അനുസരിച്ച് നടക്കുക, ജഡത്തെ ക്രൂശിക്കുക. ദൈവത്തിൻ്റെ നാം അതിലൊരു വാക്യം നാം വായിച്ചു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരെല്ലാവരും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ മാത്രമാണ് പുത്രന്മാർ. ഇനിയും അതോടുകൂടെ പുത്രന്മാർ മാത്രമല്ല, പുത്രന്മാരായാൽ മാത്രം പോരാ, അവകാശികളുമാകണം. It is not enough that you become the sons, you must also become the heirs. അതിനുവേണ്ടി റോമാലേഖനം 8:17-18 വായിക്കാം. റോമാലേഖനം 8:17-18. റോമൻസ് chapter 8 verse 7 and 8. നാം മക്കളെങ്കിലോ 17 and 18. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. Romans 8:17 and 18. And if the children, then heirs of God, and joint heirs with Christ, if we so be that we suffer with him, that we may also be glorified together. For I reckon that the suffering of this present time are not worthy to be compared with the glory which shall be revealed in us. ഇവിടെ എഴുതിയിരിക്കുന്നത്, അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ മക്കളെങ്കിലും അവകാശികളാണ്. എന്നാൽ നമ്മുടെ അവകാശം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ അവനോടുകൂടെ നാം എന്ത് ചെയ്യണം? കഷ്ടം അനുഭവിക്കണം. 2 തിമോത്തി 2:12. 2 തിമോത്തി chapter 2 verse 12. 2 തിമോത്തി 2:12. 2 തിമോത്തി chapter 2 verse 12. നാം തള്ളി പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളി പറയും. അതിന് കീഴെ നാം അവിശ്വസ്തരായി തീർന്നാൽ സഹിക്കുന്നുവെങ്കിൽ വാഴും. അത് 11 അവസാനം. മലയാളത്തിൽ 11, ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് 12, മലയാളത്തിൽ 11 വായിച്ചാൽ. നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. സഹിക്കുന്നുവെങ്കിൽ, ഇംഗ്ലീഷിൽ ഇഫ് വി സഫർ വിത്ത് ഹിം വി ഷാൽ ഓൾസോ റീ. അവനോടുകൂടെ കഷ്ടം സഹിക്കുകയാണെങ്കിൽ നാം അവനോടുകൂടെ വാഴും. ഇഫ് വി സഫർ ഇൻ, അപ്പോൾ മലയാളത്തിൽ അത് 1 തിമോത്തിയോസ് 2:11 കൂടെ എഴുതണം, 11-12 കൂടെ ചേർത്ത്. അപ്പോൾ നാം കഷ്ടം സഹിക്കുകയാണെങ്കിൽ കർത്താവിനോടുകൂടെ വാഴുവാനുള്ളതായ ഭാഗ്യം നമുക്ക് ലഭിക്കുന്നു. പുത്രന്മാരായാൽ മാത്രം പോരാ, നാം കർത്താവിനോടുകൂടെ അവകാശികളാകണമെങ്കിൽ എന്തു ചെയ്യണം? കഷ്ടം കൂടെ സഹിക്കണം. ഇന്ന് ഈ കാര്യം അനേകർക്കും ഇന്ന് മനസ്സിലാകാതിരിക്കുന്ന ഒരു കാര്യമാണ്. ശത്രു ഈ കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാതെ മറച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ കഷ്ടതയുടെ ബേസ്, അതിൻ്റെ ആരംഭത്തിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ പുറമേ ഒന്ന് നോക്കാതെ അതിൻ്റെ അടിസ്ഥാനം മുതൽ അത് നമുക്കൊന്ന് അന്വേഷിക്കാം. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം മനസ്സിലാക്കും. സഫറിങ്, ലെറ്റ് us go to the base of it. അതിൻ്റെ when we go from the foundation, അതിൻ്റെ ബേസിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് ക്ലിയറായിട്ട് മനസ്സിലാകുന്നത്. എഫേസ്യ ലേഖനം 2:20-22 വായിച്ചാൽ. എഫേഷ്യൻസ് chapter 2 verse 20-22. We are going to learn the basic of sufferings. We will start from the very base, from the very foundation. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നാം ആരംഭിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സംശയമില്ലാതെ മനസ്സിലാകുന്നത്. എഫേസ്യൻ 2:20-22. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്നു കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. Ephesians 2:20-22. And are built upon the foundation of the apostles and prophets, Jesus Christ himself being the chief cornerstone, in whom all the building fitly framed together groweth unto an holy temple in the Lord, in whom you also are builded together for an habitation of God through the Spirit. ഇവിടെ കർത്താവായ യേശുക്രിസ്തു
സഭയുടെയും കാര്യം ഒരു കെട്ടിടത്തെ ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആ കെട്ടിടത്തിൻ്റെ കോണർ സ്റ്റോൺ അല്ലെങ്കിൽ മൂലക്കല്ല് കർത്താവാകുന്ന യേശുക്രിസ്തു. അത് കഴിഞ്ഞ് അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും നാം ഓരോരുത്തരും അതിൻ്റെ മേൽ പണിയുന്ന ഒരു കെട്ടിടമാണ്. ഹിയർ ഇൻ ദിസ് സ്ക്രിപ്ചർ the body of Christ is explained as a building, in that Jesus Christ is the cornerstone and the apostles and prophets are the foundation, and you and I are being built upon that building as stones. Each one of us is a stone of that great building. So this is the typology that is used here to explain about the church of God. So Jesus Christ is the cornerstone. കർത്താവായ യേശു ക്രിസ്തുവാണ് സഭയുടെ മൂലക്കല്ലായിരിക്കുന്നത്. അപ്പോൾ സഭയുടെ മൂലക്കല്ലായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? യെശയ്യാവ് 28:16 വായിച്ചാട്ട്. ഐസയ chapter 28 verse 16. മൂലക്കല്ലായിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഭവം. ഐസയ chapter 28 verse 16. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. അവിടെ എഴുതിയിരിക്കുന്ന അടിസ്ഥാന കല്ല് ശോധന ചെയ്ത കല്ല്. Isaiah 28:16. Therefore thus saith the Lord God, behold, I lay in Zion for a foundation, a stone, a tried stone, a precious cornerstone, a sure foundation. He that believeth shall not make haste. We see here the cornerstone, which is Jesus Christ, is a tried stone, is a tested stone. മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തു എങ്ങനെയുള്ളതാണ്? മലയാളത്തിൽ വായിച്ചാട്ട്, ശോധന ചെയ്ത കല്ല്. അവ ക്രിസ്തുവാകുന്ന ശരീരമാകുന്ന സഭയുടെ അടിസ്ഥാനത്തിൻ്റെ കോണർ, ആദ്യത്തെ കല്ലാകുന്ന കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയുള്ള കല്ലാണ്? ശോധന ചെയ്ത കല്ലാണ്. അപ്പം അടിസ്ഥാനക്കല്ല് കോണർ സ്റ്റോൺ ശോധന ചെയ്താണെങ്കിൽ അതിന് ശേഷം വരുന്ന കല്ലുകളെല്ലാം എങ്ങനെയായിരിക്കും? ശോധന ചെയ്ത കല്ലുകളായിരിക്കും. സഭയുടെ അടിസ്ഥാന കല്ല് തന്നെ ശോധന ചെയ്യപ്പെട്ട കല്ലാണ്. The cornerstone of the church, Jesus Christ, is also a tried stone, a sure foundation, tested stone. So if the cornerstone is a tested stone, all other stone will certainly also be tested stones. So let's see how Jesus Christ was tested. കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഹെബ്രായ ലേഖനം 2:10. Hebrew chapter 2 verse 10. How Jesus Christ was tested. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പിതാവാകുന്ന ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ അവൻ എന്തായിത്തീരണം? തികഞ്ഞവനാക്കുന്നത്. ദൈവത്തിൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ തികഞ്ഞവനാക്കിയത് എന്താണ്? എന്താണ്? കഷ്ടാനുഭവങ്ങളാൽ അവനെ തികഞ്ഞവനാക്കി തീർത്തു. Here we find Hebrews chapter 2 verse 10. For it became him for whom are all things, and by whom are all things, in bringing many sons into glory, to make the captain of their salvation perfect through suffering. Here we find Jesus Christ, the Holy Son of God. He was perfected through sufferings. If the cornerstone, who is the Son Jesus Christ, was perfected through suffering, how much more we human beings with so many human nature in us, carnal nature in us, how much more we should be tried and tested.
how much more. അപ്പോൾ for it became of him for whom are all things and by whom are all things, in bringing many sons into glory, to make the captain of their salvation perfect through suffering. അപ്പോൾ യേശുക്രിസ്തു കഷ്ടങ്ങളിൽ കൂടെ കഷ്ടതകൾ സഹിച്ചുകൊണ്ട് പൂർണ്ണനായി തീർന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവമക്കളാകുന്ന നമുക്ക് എത്രമാത്രം കഷ്ടങ്ങൾ സഹിച്ചെങ്കിലേ പൂർണ്ണരായി തീരുവാൻ കഴിയുകയുള്ളൂ. മലയാളത്തിൽ വീണ്ടും ഒന്ന് വായിച്ചാട്ട്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പോൾ നമ്മൾ അടിസ്ഥാനക്കല്ലാകുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് വായിക്കുന്നത്. അതെന്താണ്? പരിശോധിക്കപ്പെട്ട കല്ല്. ആ പരിശോധിക്കപ്പെട്ട കല്ല് എങ്ങനെയാണ് പൂർണ്ണനായി തീർന്നത്? കഷ്ടാനുഭവങ്ങൾ സഹിച്ചുകൊണ്ട്. See, the cornerstone is a tested stone, and that tested stone, how he is perfected. He was perfected through suffering. If the Son of God, Jesus Christ, had to go through the suffering and to be perfected, how much more we, you and I. കർത്താവായ യേശുക്രിസ്തു ആകുന്നവൻ, പരിശുദ്ധനായവൻ, കഷ്ടങ്ങളിൽ കൂടെ പൂർണ്ണനായി തീർന്നുവെങ്കിൽ നാം എത്രമാത്രം. കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് കഷ്ടങ്ങളിൽ കൂടെ തികഞ്ഞനായി തീർന്നത്? ഒന്നുകൂടെ വായിക്കാം. എബ്രായ ലേഖനം 5:7-9 വരെ വായിച്ചാൽ. Hebrew chapter 5 verse 7-9. Hebrew chapter 5 verse 7-9. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-9 വരെ വായിച്ചാൽ. എബ്രായ ലേഖനം 5:7-9 വരെ വായിച്ചാൽ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. വീണ്ടും ആ പുത്രനെങ്കിലും എന്നുള്ളത് വീണ്ടും വായിച്ചാൽ. പുത്രനെങ്കിലും നിങ്ങളെല്ലാം വേദപുസ്തകത്തിലുണ്ടോ നോക്കണം. ഇത് പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പം കർത്താവായ യേശുക്രിസ്തു അനുസരണം പഠിച്ചത് എങ്ങനെയാ? അനുഭവിച്ച കഷ്ടങ്ങളാൽ. അപ്പം കർത്താവായ യേശു പാപിയായിരുന്നോ? വിഷയമെല്ലാം ഞാൻ പുറകെ വരുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു പാപിയായിരുന്നില്ല എങ്കിലും താൻ ജഡത്തിൽ വന്നതുകൊണ്ട്, മനുഷ്യനായി വന്നതുകൊണ്ട് അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്ത് ചെയ്തു? അനുസരണം പഠിച്ചു. അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് കഷ്ടങ്ങളാൽ അനുസരണം പഠിക്കേണ്ടി വന്നാൽ ഇന്നുള്ള പ്രിയപ്പെട്ടവർക്ക് എന്താ വേണ്ടിയത്? പറഞ്ഞാട്ടെ. നമുക്ക് എന്താ, കർത്താവായ യേശുക്രിസ്തു അനുസരണം പഠിച്ചുകൊണ്ട് നമ്മൾ അനുസരിക്കുന്നവരാണ്. പലരും ചിന്തിക്കുന്നത് എന്താണ്? ഇന്നത്തെ പ്രസംഗങ്ങൾ പലരും പ്രസംഗിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു കഷ്ടപ്പെട്ടു, ഇനി നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് കർത്താവായ യേശു അനുസരണം പഠിച്ച് നമ്മൾ അനുസരിക്കുന്നവരാ. അതല്ല ഇവിടെ നാം വായിക്കുന്ന. കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? കഷ്ടത നിമിത്തം. വീണ്ടും വായിച്ചാൽ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. Here we find, though he were a son, yet learned the obedience by the things which he suffered, and being made perfect, he became the author of eternal salvation to all them that obey him. Jesus Christ, though he were a son, he learned obedience through suffering. The word of God very clearly says he learned obedience through suffering. Even the Son of God had to learn the obedience through suffering, then how much more we? So
അപ്പോൾ ആ കർത്താവായ യേശുക്രിസ്തു താൻ സഹിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു എന്നുള്ള വാക്യം വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതിന് 2 ഇൻസ്റ്റൻസസ്, 2 സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. മത്തായിയുടെ സുവിശേഷം 4:1 മുതൽ 4 വരെ. I'll bring 2 incidents before you where Jesus Christ learned obedience through suffering. മത്തായിയുടെ സുവിശേഷം 4:1 മുതൽ 4 വരെ. Matthew chapter 4 verse 1 to 4. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഉത്തരം പറഞ്ഞു. ഒന്നുകൂടെ ആ ഭാഗം വായിച്ചത്. മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 1 to 4. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Then was Jesus led up of the Spirit into the wilderness to be tempted of the devil. And when he had fasted 40 days and 40 nights, he was afterward and hungered. And when the tempter came to him, he said, If thou be the Son of God, command thus these stones be made bread. But he answered and said, It is written, Man shall not live by bread alone, but by every word that proceedeth out of the mouth of God. ഇവിടെ എഴുതിയിരിക്കുന്ന പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവിനാൽ നടത്തപ്പെട്ടു. 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ആദ്യത്തെ ആദാം ഹവ്വായും അവർക്ക് വിശപ്പൊന്നുമില്ലായിരുന്നിട്ടും സാത്താൻ വന്ന് അവരോട് പഴം ഭക്ഷിക്കുവാനായി പ്രേരണ നൽകിയപ്പോൾ അവർ ഭക്ഷിച്ചു. അവർക്കന്ന് വിശപ്പൊന്നുമില്ല. കാരണം സകല വൃക്ഷത്തിൻ്റെയും ഫലങ്ങൾ കഴിക്കുവാൻ അവർക്ക് ദൈവം അനുവാദം കൊടുത്തിരുന്നു. വിശപ്പില്ലാതിരുന്നിട്ടും ഒടുവിലത്തെ ആദാം വന്നപ്പോൾ ദൈവം എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? 40 ദിവസം ആഹാരം കഴിക്കാതിരുന്നു. പുത്രന് ശക്തി പ്രാപിക്കാനല്ല പുത്രൻ എന്ത് ചെയ്തത്? ഉപവാസം എടുത്തത്. എന്തിനു വേണ്ടിയായിരുന്നു? നല്ലവണ്ണം വിശപ്പിക്കാൻ. 40 ദിവസം ആഹാരം കഴിക്കാതിരുന്ന് ആ വിശപ്പ് മനുഷ്യ ശരീരത്തിൽ കർത്താവ് എന്ത് ചെയ്തു? സഹിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ കർത്താവിന് എന്തുണ്ടായി? ഈ ഹങ്കേർഡ്. അവന് എഴുതി 2-ാം വാക്യം മലയാളത്തിലുണ്ടോ? വായിച്ചാട്ട്. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ 40 ദിവസവും 40 രാത്രിയും ആഹാരം കഴിക്കാതിരുന്ന ഒരു മനുഷ്യൻ്റെ വിശപ്പ് എത്രമാത്രമായിരിക്കും? അത്രമാത്രം വിശപ്പിൻ്റെ ആ ആഴത്തിലേക്ക് ഇറങ്ങിയ ശേഷം ഉടനെ ആരാണ് വരുന്നത്? പരീക്ഷകൻ. നീ എന്തിനാ ഇങ്ങനെ വിശന്നിരിക്കുന്നത്? കല്ല് അപ്പമായി നിന്റെ വിശപ്പ് മാറ്റുക. അപ്പോൾ എന്താണ്? ആ വിശപ്പിനെ സഹിച്ചുകൊണ്ട് ദൈവവചനത്തിൽ അനുസരിച്ചു. അതുകൊണ്ടാണ് നാം വായിച്ചത്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്ത് ചെയ്തു? അനുസരണം വടിച്ചു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ. അപ്പോൾ സഭയാകുന്ന പുതിയ യെരൂശലേമിൻ്റെ അടിസ്ഥാനക്കല്ലാകുന്ന കർത്താവായ യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന പരിശോധിക്കപ്പെട്ട കല്ല് കഷ്ടങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടാണ് എന്തായിത്തീർന്നത്? അടിസ്ഥാനക്കല്ലായി തീർന്നത്. ഇവിടെ കർത്താവിന് ശക്തി പ്രാപിക്കാനല്ല. അവിടെ എഴുതിയ പരിശുദ്ധാത്മാവ് എന്തിനാ കൊണ്ടുപോയത്? അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്തിനാ? പരീക്ഷിക്കാൻ. ആദാമിന് വിശപ്പില്ലാതിരുന്നിട്ട് ഫലം ഭക്ഷിച്ചു. എന്നാൽ ഒടുവിലത്തെ ആദാമാകുന്ന കർത്താവ് 40 ദിവസം
മനുഷ്യനായിരുന്നതിനാൽ മനുഷ്യ കർത്താവിൻ്റെ കാര്യം നാം പഠിപ്പിക്കുമ്പോൾ 2 വ്യക്തിത്വം, ഒന്ന് മനുഷ്യത്വം, അതുപോലെ ദൈവത്വം, രണ്ടുമുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യനായി 40 ദിവസം പട്ടിണി ഇരുന്ന ആ വിശപ്പ് മുഴുവനും സഹിച്ചിട്ടും അവന് എഴുതുന്നു വളരെ വിശന്നിട്ടും അപ്പോൾ സാത്താൻ വന്ന് പറയുകയാണ്, നീ എന്തിനാ ഇങ്ങനെ വിശന്നിരിക്കുന്നത്? അപ്പം നിനക്ക് ശക്തിയുണ്ടല്ലോ, നിന്നിൽ തന്നെ ശക്തിയുണ്ടല്ലോ, ഈ കല്ലെന്ത് ചെയ്യുക, അപ്പമായി തീരുക എന്ന് പറഞ്ഞപ്പോൾ സാത്താനെ ശാസിക്കാതെ കർത്താവ് എന്താണ് പറയുന്നത്? വചനം കൊണ്ട് പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടും. അപ്പോൾ കഷ്ടത, ഞാൻ പറഞ്ഞത്, താൻ അനുസരണം പഠിച്ചു. എന്താണ് അനുസരണം പഠിച്ചത്? സാത്താൻ്റെ ആലോചനയല്ല കേൾക്കേണ്ടത്. ആദാമും ഹവ്വായും സാത്താൻ്റെ ആലോചന കേട്ടപ്പോൾ ഒടുവിലത്തെ ആദാമാകുന്ന ക്രിസ്തു വന്നിട്ട് എന്താണ് പറയുന്നത്? തൻ്റെ അനുഭവത്താൽ 40 ദിവസം വിശന്നിരുന്നിട്ട്, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി പല ദിവസങ്ങളിൽ വിശന്ന് 7 ദിവസത്തിൽ കൂടുതൽ ഇതുവരെ പട്ടിണി ഇരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. കൂടുതൽ ഇരുന്നിട്ടുള്ളത് ആഹാരം ലഭിക്കാതിരുന്നുള്ള രജോരി പട്ടണത്തിരുന്നപ്പോൾ 7 ദിവസത്തിൽ കൂടുതൽ ഇതുവരെയും ഞങ്ങൾക്ക് എന്തില്ല, 7 ദിവസത്തിൽ കൂടെ ആഹാരമില്ലാതിരുന്ന അവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടില്ല, എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ കർത്താവിന് എത്ര ദിവസം ഉണ്ടായി? 40 ദിവസം. 7 ദിവസം പട്ടിണി ഇരുന്നപ്പോൾ ഉണ്ടായ വിശപ്പ് എന്തെന്ന് എനിക്കറിയാം. അപ്പോൾ 40 ദിവസം ഉപവാസം, 40 ദിവസം പട്ടിണി ഇരുന്ന് യേശുവിന് എന്തുമാത്രം വിശമുണ്ടായിരിക്കും. എന്നിട്ടും കുറുക്കു വഴി നോക്കാതെ, തന്നിലുള്ള ശക്തിയെ എടുത്തിട്ട് അപ്പം ഉണ്ടാക്കാൻ നോക്കാതെ എന്തു ചെയ്തു? വചനമാകുന്ന വാളെടുത്തുകൊണ്ട് മനുഷ്യൻ എന്തുകൊണ്ടാണ്? അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല. അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം, യേശു ക്രിസ്തു അതാണ് പറയുന്നത്, കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അനുസരണം പഠിപ്പിച്ചു. ഹിയർ വി റീഡ് മാത്യു ചാപ്റ്റർ 4. നമ്മുടെ വടക്കേ ഇന്ത്യക്കാരും അതുപോലെ ഫിലിപ്പീൻസ് എന്നുള്ളവർ വന്നിട്ടുള്ള, ഫിലിപ്പീൻസും ദുബൈയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവർക്ക് വേണ്ടി അല്പം ചില ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന നിങ്ങളോട് ക്ഷമിക്കണം. കാരണം അവർക്ക് ഒട്ടും കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രയാസമാണല്ലോ, കാശ്മീരിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവർക്ക് വേണ്ടി. സോ ഹിയർ വി റീഡ് മാത്യു ചാപ്റ്റർ 4 verse 1 to 4. Then when Jesus was led up of the Spirit into the wilderness to be tempted of the devil, and when he had fasted 40 days and 40 nights, he was afterward hungered. And when the tempter came to him, and he said, If thou be the Son of God, command that these stones be made bread. But he answered and said, It is written, Man shall not live by bread alone, but by every word that proceedeth out of the mouth of God. See, we read, though he were a son, he learned obedience through suffering. So, Jesus Christ was led by the Spirit of God to be tempted. Jesus Christ was not fasting for getting more strength. He is already God. God in person. But as a human being, he had to spend 40 days. And after 40 days, we read he was full of hunger. The first man, Adam, in the Garden of Eden, he was not hungry. God has already provided him a lot of fruits to eat. Though he was not hungry, yet when he heard the suggestions from Satan, he plucked the fruit and ate. But here we find Jesus Christ, he was hungry for 40 days continuously. He was without food for 40 days. And after 40 days he hungered. In my personal life, we've been without food for 3 days as a whole family. Individually, I remember I was without food for 7 days. Not fasting, no food. 7 days in the ministry. I know after 7 days how much we felt hungry. But here Jesus Christ, it is not 7 days, 40 days. So he suffered the hunger. So we read, though he were a son, he learned obedience through suffering. After 40 days of hungry life, 40 days he was hungry. He was suffering without food, and he was full of hungry. Then also he did not yield to the temptation, suggestions of Satan. He said, make this stone a bread. But Jesus said, man shall not live by bread alone, but by every word that proceedeth from the
mouth of God. So Jesus Christ, though he suffered hunger, at that time also Jesus Christ overcame Satan by the word of God. He learned obedience. What is the obedience? The word of God. What the word of God says. He learned obedience through the word of God. Though he suffered for 40 days without food. So though he were a son, he learned obedience. So I told you, the cornerstone of the church, Jesus Christ, is a tested stone, a tried stone. So everyone, you and I, every saint who is coming as a stone to the building, the church of God, should also go through this path. കർത്താവായ യേശുക്രിസ്തു സഭയുടെ അടിസ്ഥാനക്കല്ല് അല്ലെങ്കിൽ മൂലക്കല്ലായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പരിശോധിക്കപ്പെട്ട കല്ലാണെങ്കിൽ നാമും പരിശോധിക്കപ്പെട്ട കല്ലുകൾ തന്നെ ആയിത്തീർന്നേ മതിയാകുള്ളൂ. പുത്രനായിരുന്നിട്ടും ദൈവം പുത്രന് വേണ്ടി സ്പെഷ്യൽ ഒന്നും ചെയ്തില്ല. എന്തായത്? പുത്രനായിരുന്നിട്ടും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്ത് ചെയ്തു? അനുസരണം പഠിച്ചു. 40 ദിവസം ഇരുന്നിട്ടും കടുത്ത വിശപ്പായിരുന്നിട്ടും പുത്രൻ എന്താ ചെയ്തത്? വചനപ്രകാരം അവിടെ സാത്താനെ ജയിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ചെയ്തത്? സാത്താനെ പറഞ്ഞെന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. ദാറ്റ് ഈസ് വൺ. അനദർ, വേറൊന്ന്, മത്തായി സുവിശേഷം 26:37-39 വായിച്ചാൽ, another incident I'll bring before you. Matthew 26:37-39. മത്തായിയുടെ സുവിശേഷം 26:37-39 വായിച്ചാൽ. Matthew chapter 26:37-39. Yes. പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി, എന്റെയുള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ചു എന്നോട് കൂടി ഉണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. I read in English, Matthew chapter 26:37-39. And he took with him Peter and the 2 sons of Zebedee, and began to be sorrowful and very heavy. Then said he unto them, my soul is exceeding sorrowful, even unto death. Tarry here and watch with me. And he went a little farther and fell on his face and prayed, saying, O my Father, if it be possible, let this cup pass from me. Nevertheless, not as I will, but as thou wilt. And he cometh unto the disciples. മലയാളത്തിൽ വീണ്ടും ഒന്ന് വായിച്ചാട്ട്. പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. പ്ലീസ് ലിസൺ, ദയവായി കേൾപ്പീൻ. കർത്താവായ യേശുക്രിസ്തു പറയുന്ന അനുഭവം, കർത്താവിന്റെ അനുഭവം എന്താണ് പറഞ്ഞ വീണ്ടും വായിച്ചാൽ, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കഷ്ടത്തിന്റെ അടിത്തട്ടുവരെ ഇറങ്ങി ചെന്നിട്ട് മറ്റ് 2-3 ശിഷ്യന്മാരുടെ സഹായം തേടത്തക്കവണ്ണമുള്ള കഷ്ടത്തിന്റെ അടിത്തട്ടുവരെ ഇറങ്ങി. എന്നിട്ട് എന്താ പറയുന്നത്? എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. മരണവേദന പോലെ എന്റെ ഉള്ളം അതിദുഃഖിതമായിരിക്കുന്നു. ഇത് കർത്താവ് പറഞ്ഞതാണ്. മരണവേദന പോലെ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവന്റെ രക്തം വേർപ്പ് തുള്ളികൾ പോലെ എന്ത് ചെയ്തു? വെളിയിൽ വന്നപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ അത്രയും വേദന വന്നത് ക്രൂശിന്മേൽ കിടക്കുന്ന അടികൊള്ളുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ കർത്താവിൻ്റെ ദാസന്മാർ അടികൊള്ളുന്നു. ഞാൻ എത്രയോ പ്രാവശ്യം അടികൊണ്ടു. 15 പ്രാവശ്യം ഉപദ്രവങ്ങൾ സഹിച്ചു. അടികൊണ്ടു, വായിൽ കൂടെ ചോര വന്ന് മയങ്ങി വീണു, മരിച്ചവനെ പോലെ ആയി. ഇത്രയും പ്രാവശ്യം അടികൊണ്ടിട്ട് ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ല. കരയത്തക്കവണ്ണം എനിക്ക് തോന്നിയിട്ടില്ല. ഈ പ്രാവശ്യം, ഈ നവംബർ 15-ന്
ഹരിയാനയിൽ വെച്ച് ഉപദ്രവിക്കുമ്പോൾ മൊത്തമായിട്ട് എന്നെ ഉപദ്രവിച്ച് എല്ലാവരും കൂടി അടിച്ച് ഞാൻ ഇലക്ട്രിസിറ്റി ഞാൻ താഴെ വീണു. താഴെ വീണതിന് ശേഷം എന്നെ ഒരു കാലിപ്പിടി വലിച്ചുകൊണ്ട് അവർ ഗേറ്റ് വരെ വലിച്ചുകൊണ്ട് പോയപ്പോൾ എത്രമാത്രം തൊഴിക്കുകയും ഇടിക്കുകയും എന്തെല്ലാമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവരെന്നെ നഗ്നനാക്കാൻ എൻ്റെ സ്വെറ്ററെല്ലാം വലിച്ചൂരി എൻ്റെ പാൻറ്റും ഷർട്ടും വലിച്ചൂരിക്കുമ്പോൾ എന്നെ ഇരുത്തി ഇവിടെ ഇങ്ങനെ തൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു മരിക്കുകയാണ്. ഞാനിങ്ങനെ ഇങ്ങനെ എന്ന് വിളിച്ചു. അത്രയും എനിക്കറിയാം. അപ്പോഴവർ വിചാരിച്ചു ഞാൻ മരിച്ചുപോയി. എന്നിട്ട് അവർ വിട്ടേച്ച് പോയി. പിന്നെ പൾസെല്ലാം നിന്നു, ശരീരമെല്ലാം മരവിച്ചതുപോലെ ആയി. പിന്നെ കർത്താവിൻ്റെ ദാസിദാസന്മാർ അവർ വിട്ടേച്ച് പുറകിൽ പോയപ്പോൾ കർത്താവിൻ്റെ ദാസിദാസന്മാർ പ്രാർത്ഥിച്ചു. 3 മണിക്കൂർ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പൾസ് ആരംഭിക്കാൻ തുടങ്ങിയത്. ശരീരത്തിൽ എന്തുമാത്രമേ. എന്നിട്ടും ഞാനവിടെ കരഞ്ഞില്ല. എത്ര പ്രാവശ്യം മുഖത്തടിച്ചിട്ട് രക്തം വസ്ത്രങ്ങളിലെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം കർത്താവ് കൃപ തരുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ചാട്ടവാറിൻ്റെ വേദന കൊണ്ടല്ല കരഞ്ഞത്. നിങ്ങൾ നല്ലവണ്ണം ഓർക്കണം. ചാട്ടവാർ കൊണ്ട് അടിക്കുമ്പോൾ എത്ര വേദന വരും, അല്ലെങ്കിൽ തലയിൽ മുൾക്കിരീടം വയ്ക്കുമ്പോൾ വേദന, അതൊന്നുമല്ല കർത്താവിൻ്റെ വേദന. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, കർത്താവിൻ്റെ ദാസന്മാരെ എന്ത് ചെയ്യുന്നു? വാളുകൊണ്ട് അറക്കുമായിരുന്നു, അതുപോലെ മെഴുകുതിരി പോലെ കത്തിക്കുമായിരുന്നു. അവരൊന്നും പേടിച്ച് പോയില്ല. എന്നാൽ നമ്മുടെ സകലരുടെയും പാപം വഹിച്ച നരകത്തിൻ്റെ അനുഭവം, ദൈവത്താൽ തള്ളപ്പെടുന്ന അനുഭവം, അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് താൻ പറയുന്നത് എലി എലി ലമാ ശബക്താനി, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാപം ഇല്ലാതിരുന്നവൻ നമ്മൾക്ക് വേണ്ടി പാപമാക്കി. ആ വേദനയാണ് താൻ സഹിച്ചുകൊണ്ടിരുന്നത്. അതിത്രമാത്രം സഹിച്ചിട്ടും ഒരു പ്രാവശ്യം പോയി പ്രാർത്ഥിച്ചു. പിതാവ് ഒരു മറുപടിയും കൊടുത്തില്ല. നോക്കിയപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഹായിയായിരുന്ന 3 സഹോദരന്മാരും ശിഷ്യന്മാരും എന്ത് കാണും? നല്ലവണ്ണം ഉറങ്ങുകയാണ്. അവരോട് വീണ്ടും പറഞ്ഞു, വീണ്ടും പോയി പ്രാർത്ഥിച്ചു. ഒരു മറുപടിയില്ല. 3ാമതും പ്രാർത്ഥിച്ചപ്പോഴും ഒരു മറുപടിയുമില്ല. പിതാവേ, എനിക്ക് തന്ന ശിഷ്യന്മാരിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുന്നു. അതെത്ര വേദനാജനകമാണ്. തൻ്റെ കൂടെ തൻ്റെ പണത്തിൻ്റെ സഞ്ചി സൂക്ഷിച്ചുകൊണ്ടിരുന്നവൻ തന്നെ 30 വെള്ളിക്കാശിന് വിൽക്കുന്നു. തൻ്റെ കൂടെ 3.5 വർഷം നടന്ന ശിഷ്യൻ തന്നെ വിൽക്കുമ്പോൾ ഹൃദയവേദന എന്തുമാത്രമായിരിക്കും? ഒറ്റിക്കൊടുക്കുമ്പോൾ എത്ര വേദനയാണ്. അതുകൂടാതെ വരാൻ പോകുന്ന പ്രയാസം മുഴുവനും നല്ലവണ്ണം അറിഞ്ഞുകൊണ്ട് തൻ്റെ രക്തം വെള്ളം പോലെ വിയർപ്പ് പോലെ വരുമ്പോൾ, ഇത്ര വലിയ കഷ്ടം വന്നപ്പോൾ കുറഞ്ഞത് പിതാവെങ്കിലും മോനെ സഹിച്ചുകൊള്ളുക എന്ന് പറയേണ്ടതിന് പകരം പിതാവ് ഒരു മറുപടിയും കൊടുക്കാതിരുന്നിട്ടും എന്താണ് പറഞ്ഞത്? പിതാവേ, നിന്റെ ഹിതം നിവർത്തിക്കട്ടെ. അതാണ് പറഞ്ഞത്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്തു ചെയ്തു? അനുസരണം പഠിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന് ഇപ്രകാരം അനുസരണം പഠിക്കണമെങ്കിൽ ജഡത്തോടുകൂടെ, ഫ്ലഷോടുകൂടെയുള്ള പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ കർത്താവിൻ്റെ മണവാട്ടി സഭയിലാകണമെങ്കിൽ കഷ്ടം സഹിക്കാതെ സാധ്യമല്ല. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ നിങ്ങൾ പണിയപ്പെടണമെങ്കിൽ കഷ്ടം സഹിച്ചേ മതിയാകുള്ളൂ. അത് കഷ്ടം ശാപമല്ല. ഇന്ന് ദൈവവചനം അറിയാൻ വയ്യാത്ത വേദ പണ്ഡിതന്മാരെന്ന് പറയുന്ന ദൈവവചനം അറിയാത്ത വിഡ്ഢികൾ, അവരെ ഞാൻ വിഡ്ഢികളെന്നേ പറയത്തുള്ളൂ. ദൈവവചനം അറിയാത്ത വലിയ ഡോക്ടറേറ്റ് ഉള്ള വിഡ്ഢികൾ പറയും കഷ്ടം ശാപമാണെന്ന്. അവർക്ക് ദൈവവചനം അറിഞ്ഞുകൂടാ. അവർ ഡോക്ടറേറ്റ് ഒക്കെയുള്ള വിഡ്ഢികളാണ്, മഹാവിഡ്ഢികൾ. അവരെന്ത് പറയും? അവരെന്താ പറയുന്നത്? കഷ്ടമെല്ലാം ശാപമാണ്. ഇവിടെ ദൈവവചനം വളരെ സ്പഷ്ടമായി ഒരു തർജിമ കൂടാതെ മനസ്സിലാക്കാൻ, ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൂടാതെ മനസ്സിലാക്കാൻ എഴുതിയിട്ടുണ്ട്. അവൻ പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്ത് ചെയ്തു? അനുസരണം. നിങ്ങളുടെ വേദപുസ്തകത്തിലെല്ലാം അങ്ങനെ തന്നെയല്ലേ? അവൻ പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്ത് ചെയ്തു? അപ്പോൾ കഷ്ടങ്ങൾ വരുന്നത് ശാപമല്ല. ഇന്ന് രാവിലെ നാം വായിച്ചല്ലോ, സാത്താനാൽ വരുന്ന സകല കഷ്ടങ്ങളും നമ്മൾക്ക് എന്ത് തരുന്നു? അനുഗ്രഹം തരുന്നു.
എല്ലാം അനുഗ്രഹം മാത്രമേ തരുന്നുള്ളൂ എന്ന് നാം രാവിലെ ചിന്തിച്ചുവല്ലോ. അപ്പോൾ സകല കഷ്ടങ്ങളും നമുക്ക് അനുഗ്രഹമായി മാറുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങൾ നിമിത്തം താൻ ആരായി തീർന്നു? അനുസരണം പഠിച്ച് വായിച്ചാൽ, അനുസരണം പഠിച്ച് എബ്രായ ലേഖനം, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഹല്ലേലൂയ. Here, please forgive me to speak in English for a few minutes. Here we read, come to Matthew chapter 26, verse 37 to 39. I request the brothers who knows only English, please be careful. And he took with him Peter and two sons of Zebedee, and began to be sorrowful and very heavy. Then saith he unto them, my soul is exceeding sorrowful, even unto death. Tarry here and watch with me. And he went a little further and fell on his face and prayed, saying, O my Father, if it be possible, let this cup pass from me. Nevertheless, not as I will, but as thou wilt. Here we find Jesus Christ in the Garden of Gethsemane. His second incident. There are several other incidents, but this is second incident I am explaining. Look, Jesus Christ in the Garden of Gethsemane. His own disciple Iscariot youth betrayed him. And Jesus in the spirit knew what all things are going to come upon him. He was not afraid of being beaten or being nailed on the cross. Because we've studied the life of the martyrs. They were all happily welcoming the cross, welcoming persecution. In my personal life also, how many times they have beaten me? 15 times without mercy. How many times blood started bleeding out and I became unconscious. Last time in November 15, I was dead for 3 hours, and then afterwards people prayed and I got life again. Now also physically, how much I am not able to, I cannot freely stand and preach, because when I stand up and preach, I feel that I will fall down. That's why I make use of the chair and preach to you. So Jesus Christ suffered that much of suffering. We read from Luke, his blood was coming out as sweat. Then he wanted the help of his 3 disciples. He said, that is the first time Jesus said, my heart is, here he says, my soul is exceeding sorrowful. Verse 38. Even unto death, tarry here and watch with me. That is the only incident when Jesus Christ said, my heart is exceeding sorrowful. We read from Luke, his blood was coming out as sweat. And he prayed to the Father, Father, if it is possible, let this cup be removed from me. But no answer from the Father. Then he come again to see the disciples. They are full of sleep. He is saying, please pray with me. The only incident, only time when Jesus asked for the help of disciple is that time. That help also he didn't get. Look at the pain in his heart. His own disciple, whom he trusted with the money, is betraying him. And now disciple is sleeping. Father is not answering. Second time also he prayed. Father did not answer. Third time also he prayed, no answer. Even though he did not get any answer, he learned obedience through suffering. If Jesus Christ, the Son of God, had to learn obedience through suffering, how much more you and I, human being with human carnal nature, how much more we have to go through the suffering and learn obedience. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരിക്കെ, തന്നിലൊരു പാപവും ഇല്ലാതിരിക്കെ തന്നെ കഷ്ടങ്ങളാൽ, താൻ പഠിച്ച കഷ്ടങ്ങളാൽ എന്തു പഠിച്ചു? സഹിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചുവെങ്കിൽ, കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങളോട് പറയുന്നത് ദൈവാത്മാവല്ല, ദുരാത്മാവാണ്.
കഷ്ടങ്ങൾ, ശാപം എന്ന് പറയുന്നത് ദുരാത്മാവാണ്, ദൈവാത്മാവല്ല. വേറൊരാത്മാവാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവല്ല. അങ്ങനെയുള്ള ഉപദേശങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളണം. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ കാണത്തില്ല. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ സൈക്കോളജിക്ക് അനുസരണമായിട്ടല്ല, വേദവചനത്തിനനുസരണമായിട്ടാണ് പണിയപ്പെടുന്നത്. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ഈ വചനമാണ് പറയുന്നത്. ദൈവമക്കളെ, കർത്താവ് എന്തിനാ എന്നെ തൃശ്ശൂരിൽ കൊണ്ടുവന്നത്? അനേക സഭകളിൽ വിലക്ക് ചെയ്തിട്ടുണ്ട്, പോകരുത്. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ വിലക്കുണ്ടോ, അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. എന്നിട്ടും തൃശ്ശൂർ പട്ടണത്തിലുള്ള ദൈവമക്കൾ ദൈവസിംഹാസനം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഉപദേശം അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയാൻ അവസരം ഉണ്ടാകരുത്. അതിനാണ് ഞാൻ ശരീരത്തിൽ ക്ഷീണനായിരുന്നെങ്കിൽ കെട്ടപ്പെട്ടവനെ പോലെ കർത്താവിനെ ഇവിടെ അയച്ചത്. ഇത്ര പ്രോഗ്രാം കെട്ടപ്പനും അയച്ചത്. തൃശ്ശൂർ പട്ടണത്തിൽ ദൈവം നിർബന്ധിച്ചിട്ടാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ വരികയില്ലായിരുന്നു. നിർബന്ധിച്ച് കെട്ടപ്പെട്ടവനായി ബൗണ്ട് വി കെയിം ഹിയർ. എന്തിനാ? തൃശ്ശൂരിലുള്ളതാ ഈ ഭാഗങ്ങൾ, ഈ നോർത്തേൺ മലബാറിൽ, നോർത്തേൺ കേരളയിലുള്ളവരാരും ഇത് പറയരുത്, ഞങ്ങൾക്ക് ഈ ഉപദേശം അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ദൈവം യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയിച്ചതുപോലെ എന്നെ കൊണ്ട് പറയിക്കുകയാണ് സത്യോപദേശം, നിർമ്മല ഉപദേശം, മായം ചേർക്കാത്ത ഉപദേശം, ഒരു ഇൻ്റർപ്രിട്ടേഷനും ചേർക്കാത്ത തനി പാലാണ് ഞാൻ തരുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം തരുന്നത്. കർത്താവായ യേശുക്രിസ്തു അനുസരണം പഠിച്ചത് താൻ സഹിച്ച കഷ്ടങ്ങളാലാണെങ്കിൽ, കഷ്ടത ശാപമാണെന്ന് പറയുന്ന പ്രസംഗക, നീ ദൈവത്താൽ അയക്കപ്പെട്ടവനല്ല, നിന്നെ അഭിഷേകം ചെയ്ത സാത്താനാണ്. ദുഷ്ടാത്മാവിനാലാണ് നീ അഭിഷേകം ചെയ്തപ്പെട്ടു പോയത്. നീ വലിയ ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ടെങ്കിലും മഹാവിഡ്ഢിയാണ്. വചനം നിനക്ക് അറിഞ്ഞുകൂടാ, ദൈവവചനം നീ അറിഞ്ഞുകൂടാ. നീ കെട്ടപ്പെട്ടവനായി തീർന്നിരിക്കുകയാണ്, ജഡത്തിൻ്റെ ഇച്ഛകളാൽ കെട്ടപ്പെട്ടവനായിരിക്കുകയാണ്. ആർക്കാണ് കഷ്ടം ഇഷ്ടമല്ലാത്തത്? നമ്മുടെ ജഡത്തിന്. നമ്മുടെ ജഡത്തിന് എന്തില്ല? കഷ്ടത പറഞ്ഞാൽ, കഷ്ടമെന്ന് പറഞ്ഞാൽ ജഡം, ജഡത്തിന് കഷ്ടമെന്ന് പറഞ്ഞാൽ വലിയ ദുഃഖമാണ്. നമ്മിലുള്ളതായ ജഡത്തിന് കഷ്ടം, ആ കഷ്ടം അനുഭവിക്കുവാൻ ഉള്ള കരച്ചിൽ മുഴുവനും ആർക്കാ ഉള്ളത്? ജഡത്തിനാണ്. ഈ വേദന വന്നാൽ കരച്ചിൽ, എന്ത് വന്നാലും. ഞാൻ ഇന്ന് രാവിലെ പഠിപ്പിച്ചല്ലോ, സകല കഷ്ടങ്ങൾ നമുക്ക് എന്തുകൊണ്ട് തരുന്നു? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ, എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ, കന്യകാമെന്നിൽ സമ്പൂർണ്ണമാകട്ടെ. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ല നീക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ല നീക്കു ദോഷം ചെയ്യുവാൻ. ഓ, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം കന്യകമാണെന്നു ഞാനറിയുന്നു. കന്യകമാണെന്നു ഞാനറിയുന്നു. ഓ, എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ
പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ എന്താലയിലെ മോടികളുമെല്ലാം നിന്നെയാമാവേ നീ അറിയുന്നു. ഓ എന്താലയിലെ മോടികളുമെല്ലാം ഹല്ലേലൂയ നിന്നെയാമാവേ നീ അറിയുന്നു. ഒന്നാതിൽ നിലത്തു വീണിടണമെങ്കിൽ, ഒന്നാതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞ് സാധ്യമായിടൂ. ഉന്നതനറിഞ്ഞ് സാധ്യമായിടൂ. ഓ എന്റെ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം. സാത്താന്റെ തന്ത്രം നിങ്ങൾ മറന്നു പോകരുത്. സാത്താൻ ചെയ്യുന്നത് എന്താണ്? ദൈവസഭയുടെ ഒരുക്കം പൂർത്തീകരണമായാൽ കർത്താവ് മേഘത്തിൽ വെളിപ്പെടും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദൈവസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടിയുടെ ഒരുക്കം പൂർണ്ണമാകരുത്. അതിനുവേണ്ടി പലവിധമായ ഉപദേശങ്ങളെല്ലാം കൊണ്ടുവന്ന് ജനത്തെ കറക്കുകയാണ്. ഈ തന്ത്രം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ യോഗത്തിന് പോകരുതെന്ന് പറഞ്ഞ് തൃശ്ശൂർ പട്ടണത്തിലുള്ള തീയം ഉരുകും. ഇരുമ്പാണെങ്കിൽ 2500 ഡിഗ്രി ചൂട് വേണം. ദൈവമക്കളാകുന്ന നിങ്ങളുടെ ചൂട് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ചെറിയ കഷ്ടം വരുമ്പോൾ അവിടെ ഇവിടെയും കുറുക്ക് വഴി തേടുകയാണെങ്കിൽ 120 ഡിഗ്രിക്ക് വരും. പിന്നെ കർത്താവിന് എത്ര ഡിഗ്രി ഉപയോഗിക്കേണ്ടി വരും? 500 ഉപയോഗിക്കേണ്ടി വരും. 500 ഡിഗ്രി ചൂട് ഉപയോഗിക്കുമ്പോൾ ഓടുകയാണെങ്കിൽ പിന്നെ 1000 ഡിഗ്രി ഉപയോഗിക്കേണ്ടി വരും. 1000 കൂടി ഒരുക്കുകയാണെങ്കിൽ പിന്നെ 2000. ഏതായാലും സമർപ്പിച്ചപ്പെട്ടവരെ ഉരുക്കി ശരിയാക്കും. അത് ശരിയാണ്. നമ്മുടെ സമർപ്പണം കർത്താവിനറിയാം. ഇപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും അവർ തെറ്റ് കാണിച്ച് നിങ്ങൾ അവരെ ഒന്ന് ശിക്ഷിക്കാനായിട്ട് വിളിച്ചു, മോനെ നീ എന്താ അങ്ങനെ ചെയ്തത്, എനിക്കൊരു അടി തരാൻ പോവാണ്. ഉടനെ അവൻ ഓടിപ്പോവുകയാണ്. നിങ്ങൾ എത്ര പേര് കൈകൊട്ടിച്ചിരിക്കും? കണ്ടോ, ഞാൻ എൻ്റെ മകനെ ഒന്ന് അടിക്കാനായിട്ട് വിളിച്ച് അവൻ ഓട്ടം ഓടി. ഓ എൻ്റെ മകൻ എത്ര മിടുക്കനാ. ഞാനാണ് എന്ത് ചെയ്യും? അവൻ ഓടാൻ വയ്യാത്തടുത്ത് പിടിച്ചിട്ട് അടിക്കും. ഞാൻ എൻ്റെ മക്കളെ പഠിത്ത ടേബിൾ മേൽ നിർത്തി അവരെ അടിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർ ഓടരുത്. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ ചെറിയ പരീക്ഷ വരുമ്പോൾ ഓടുകയാണെങ്കിൽ കർത്താവാകുന്ന ദൈവം നോക്കി നിന്നെ നോക്കി ശരി 120 ഡിഗ്രിക്ക് സാറാമ ഉരുകിയില്ല ഓടുകയായിരുന്നു. ഇവൾക്കിനി 700 ഡിഗ്രി കൊടുക്കണം. അവളുടെ യാത്ര 700 ഡിഗ്രി. 700 ഡിഗ്രിയിലും കുറുക്കൊഴി പടയാൽ പിന്നെ 1000 ആകും. ഏതായാലും സമർപ്പിക്കപ്പെട്ടവരെ എന്തു ചെയ്യും? ഉലയിൽ കൂട്ടി ഉരുക്കും. സ്തോത്രം. നമുക്ക് വേണ്ടി നല്ലത് അറിയാവുന്നവനായ ദൈവം അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ കഷ്ടങ്ങൾ വരുമ്പോൾ തന്നെ അങ്ങ് ഉരുകിയേക്കാമെങ്കിൽ, കർത്താവേ എന്താണ് ഞാൻ കുറുക്കൊഴിക്ക് പോകുന്നില്ല, കർത്താവേ ഞാൻ കുറുക്കൊഴി തോന്നുന്നില്ല. മുൻകാലങ്ങളിൽ സാമ്പത്തിക ഭദ്രത ഇല്ലായിരുന്നത് കൊണ്ട്, എന്നാൽ ചിലർ പറയുന്നു അപ്പനമ്മമാർ രോഗികളായാൽ ആശുപത്രിയിൽ പോവുകയില്ലായിരുന്നു. ഇപ്പോഴെല്ലാവർക്കും സാമ്പത്തികമായ ഭദ്രതയെ കൊണ്ട് തലവേദന വന്നാൽ പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോവുക. വയറ്റുവേദന വന്നാൽ പാസ്റ്ററെ പ്രാർത്ഥിച്ചേക്കണേ. പാസ്റ്റർമാർ പോവുകയാണ്, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചാൽ മതി. കാരണം പണമുണ്ടല്ലോ. എല്ലാവരും കൂടി മരുന്നെടുക്കരുന്ന് എവിടാ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? അവൻ നിന്റെ സകല പാപങ്ങളെയും ക്ഷമിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, അവൻ്റെ അണിപ്പിണർ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇതെല്ലാം വചനമുണ്ടെന്നെല്ലാം അറിയാം. എന്നാലും എവിടാ ക്ലിയറായിട്ട് എഴുതിയിരിക്കുന്ന മരുന്നെടുക്കരുതെന്ന്? അതുകൊണ്ട് പോകാം. സഹോദര പൊയ്ക്കോ, കുഴപ്പമില്ല. ചൂട് കൂട്ടുക. 120 പകരം പിന്നെ എത്ര ആകും? 500. 500 പകരം പിന്നെ ചിലപ്പം കൈയും കാലും ഒടിഞ്ഞ് ആക്സിഡൻ്റ് ആയി കിടക്കും. ചിലപ്പോൾ കൈയും കാലും എല്ലാം ഒടിഞ്ഞ് എഴുന്നേക്കാനും വയ്യ, നട്ടലും ഒടിഞ്ഞ് കിടക്കുക. ഡിഗ്രി എത്രയായി?
ആദ്യമേ കർത്താവ് ചെറിയ ശോധനയിൽ കൂടെ ശുദ്ധീകരിക്കാൻ നോക്കിയപ്പോൾ, കുറുക്ക് വഴി തേടിയപ്പോൾ കർത്താവ് പിടിച്ചിട്ട് എന്തു ചെയ്യും? പിന്നെ അവിടെ കിടന്ന് പറയും, കർത്താവ് ഇനി എനിക്കങ്ങ് മണവാട്ടിയായാൽ മതി, കർത്താവ് എനിക്ക് വീടും വേണ്ട, കല്യാണവും കാണണ്ട, മക്കളുടെ കല്യാണവും കാണണ്ട, കർത്താവേ എന്നെ അങ്ങ് വിളിച്ചാൽ മതിയേ എന്ന് പറയാൻ തുടങ്ങും. അതിനുമുമ്പ് എന്തായിരുന്നു? ഓ എനിക്കത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പ്രിയമുള്ളവരെ, നമ്മെ സ്നേഹിക്കുന്നവനായ കർത്താവ് മലാക്കിയുടെ പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. മലാക്കി, I'll explain this thing to you personally if you know, or any brother, Malayali brothers may explain to you. Because of short of time, I am not able to explain these 2 words. They will explain to you. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെ. വെള്ളി പോലെ നിർമ്മലീകരിക്കും. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇതിൽ കൂടെ ഞാൻ 1 പത്രോസ് 4:12-13 പറഞ്ഞല്ലോ, അഗ്നിശോധനയെങ്കിൽ അതിനെ ചേർത്ത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്നുള്ളത് പിന്നെയും വരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലും പത്രോസിൻ്റെ സുവിശേഷത്തിലും എഴുതിയിട്ടുണ്ട്, പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കർത്താവിൻ്റെ ഓരോ താമസിക്കുന്ന നാളെ ആ വചനങ്ങൾ എടുത്ത് പറയുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അലക്കുകാരൻ്റെ ചാരവെള്ളം പോലെ. ഇതിനു മുൻപ് ഇപ്പോഴാണെങ്കിൽ എല്ലാ വീടുകളിലെല്ലാം വാഷിംഗ് മെഷീനും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം കൊടുക്കുകയില്ല. മുൻകാലങ്ങളിൽ അലക്കുകാരുണ്ടായിരുന്നു. എനിക്ക് തൃശ്ശൂർ ഭാഗത്തും ഉണ്ടായിരുന്നു കാണും അലക്കുകാർ. അലക്കുകാർ തുണിയൊക്കെ എന്തു ചെയ്യും? രാത്രി തന്നെ നദിയുടെ കരയ്ക്കോ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കുറച്ച് ചാരവെള്ളമോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഡയോ ഇട്ടിട്ട് രാത്രി മുഴുവനും ചൂടാക്കും. പിറ്റേ ദിവസം ആ നദിയിൽ കൊണ്ടുപോയി കല്ലേൽ ഇങ്ങനെ ഇട്ട് ശക്തിയായിട്ട് അടിച്ചെന്ത് ചെയ്യും? അഴുക്കുകളെല്ലാം കളയും. ഇപ്പം ഈ കർച്ചീഫ് തന്നെ ഞാൻ വൃത്തിയാക്കുകയാണെങ്കിൽ, ഞാൻ വാങ്ങിച്ചതാണല്ലോ എന്ന് സ്നേഹത്തോടെ സോപ്പിട്ട് സ്നേഹത്തോടെ കഴുകുള്ളൂ. ഇത് അലക്കാരൻ്റെ കൊടുക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? ഇത് അവന് സ്നേഹമൊന്നുമില്ല, എത്ര അടിച്ചാലും അഴുക്ക് മാറണം, കീറിയാലും എന്തേ ഉള്ളൂ, അഴുക്ക് മാറിയേ ഒക്കുള്ളൂ. അതുപോലെ സ്വർഗത്തനായ ദൈവം ചിലപ്പോൾ നമ്മളെ അലക്കും കേട്ടോ. അലക്കുമ്പോൾ എത്ര കരഞ്ഞാലും കർത്താവ് പറയും, മോനെ നിൻ്റെ അഴുക്ക് മാറിയാൽ മതി, കീറിയാലും സാരമില്ല, കീറിയാൽ ഞാൻ പിന്നെ തയ്ച്ചോളാം, നീ എന്തു ചെയ്യണം? അലക്കും. പ്രിയമുള്ള, നമ്മളെ അങ്ങനെ അലക്കുന്നവനാണ് നമ്മുടെ ദൈവം. അത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് വേണ്ടി അവൻ നമ്മളെ അലക്കും. അത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൂടാതെ വെള്ളി ഊതി കഴിക്കുന്നത് പോലെ, ഞാൻ തട്ടാന്മാരുടെ അടുക്കൽ പോയിരുന്ന ഈ വചനം കണ്ടതിന് ശേഷം പോയിരുന്നു, അവരോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ വെള്ളി ശുദ്ധിയാക്കുന്നത്? വെള്ളി മുഴുവൻ ഒരു പാത്രത്തിലെടുത്തിട്ട് അത് തീക്കകത്ത് വെച്ചിട്ട് അതിൻ്റെ കീഴിൽ എന്തെങ്കിലും ചൂടാക്കുന്ന പൈപ്പോ അല്ലെങ്കിൽ ചൂടാക്കുന്ന സ്റ്റൗ എന്തെങ്കിലും വെച്ച് ചൂടാക്കും. അത് വെള്ളി നല്ലവണ്ണം ഉരുകി കഴിഞ്ഞാൽ നല്ല ഉരുകിയ വെള്ളി മുകളിൽ നല്ലവണ്ണം തെളിഞ്ഞ് കാണാം. ആ തെളിഞ്ഞ് കാണുന്ന വെള്ളിയിൽ അവർ നോക്കിയാൽ, ഞാൻ പറഞ്ഞതേ നല്ലവണ്ണം ഉരുകിയെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? അവർ പറയുന്നത്, ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ മുഖം നല്ലവണ്ണം കാണാമെങ്കിൽ വെള്ളി മുഴുവനും ഉരുകി അഴുക്കെല്ലാം താഴെ പോയി നല്ല വെള്ളി മുകളിൽ വന്നു. അപ്പോൾ മുകളിൽ വന്ന വെള്ളി അവരതിൻ്റെ വക്കിൽ കൂടെ ഒരു ഇതുണ്ട്, അതിൽ കൂടെ അവർ നല്ല വെള്ളി ഒഴിച്ചു മാറ്റും, അഴുക്കെല്ലാം താണകത്ത് കിടക്കും. അതുപോലെ സ്വർഗസ്ഥനായ ദൈവം എന്നെയും നിങ്ങളെയും കഷ്ടതയാകുന്ന തീച്ചൂളയിലിട്ട് എന്തു ചെയ്യും? ഒരുക്കും. ഹല്ലേലൂയ. അത് ശാപമല്ല, അത് നമ്മെ അവനെ പോലെയാക്കുവാൻ. 2 കൊരിന്ത്യർ 3:18, 2 Corinthians 3:18, 2 Corinthiർ 3:18 വായിച്ചാട്ട്. 2 Corinthiർ 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. നിങ്ങൾക്കറിയാമല്ലോ, ഈ കണ്ണാടി കൊണ്ട്, ഈ മുഖം നോക്കുന്ന കണ്ണാടിയിൽ ഒരു ടോർച്ചോ അല്ലെ സൂര്യൻ്റെ ലൈറ്റ് അടിച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു ചെയ്യും? മിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മിൽ കൂടെ യേശു കർത്താവിൻ്റെ രൂപം വെളിപ്പെടുവാൻ കഷ്ടതയിൽ കൂടെ നമ്മെ ഉരുക്കി അവനെ പോലെ രൂപാന്തരപ്പെടുത്തുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുവാൻ. ആകയാൽ പ്രിയമുള്ള
തൃശ്ശൂരിലുള്ള ദൈവജനമേ, കഷ്ടത എന്നുള്ളത് ശാപമല്ല, കഷ്ടത എന്നുള്ളത് അനുഗ്രഹമാണ്. കഷ്ടത എന്നുള്ളത് അനുഗ്രഹമാണ്. നമ്മെ അവനെ പോലെ ആക്കി തീർക്കുക. ആകയാൽ ഇന്ന് രാവിലെ നാം പറഞ്ഞല്ലോ, ക്രൂശ് എടുത്തുകൊണ്ട് പോവുക. അത് ക്രൂശ് നമുക്ക് നന്മയ്ക്കായിട്ടാണ്, അനുഗ്രഹത്തിന്. അതുപോലെ നമ്മൾക്ക് വരുന്ന സകല കഷ്ടങ്ങളും, അപ്പോൾ ഒന്നാമത്തെ കഷ്ടം എന്താണ്? വ്യക്തിപരമായ ശുദ്ധീകരണം. അപ്പോൾ സാത്താൻ എന്തുകൊണ്ടാണ് ഈ കഷ്ടതയുടെ ഉപദേശം അങ്ങ് ശാപമായി മാറ്റിയത്? ആരും വ്യക്തിപരമായ ശുദ്ധീകരണം പ്രാപിക്കരുത്, ദൈവസഭയുടെ ഒരുക്കം പൂർണ്ണമാകരുത്. അതുകൊണ്ട് ഈ വചനം കേട്ടവർ, ഞാൻ നിങ്ങളോട് നിർമ്മലമായ ദൈവവചനമാണ് പറഞ്ഞത്. ഞാൻ ഇതിനകത്തൊരു എൻ്റേതായ ഒരു തർജ്ജിമയും ഒരു ഇൻ്റർപ്രിട്ടേഷനും ഒരു വ്യാഖ്യാനവും കൊടുത്തില്ല. മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്ന, നിങ്ങളുടെ പുസ്തകത്തിലിരിക്കുന്ന അതും അങ്ങ് വായിച്ചു വെച്ചതേ ഉള്ളൂ, അത് മുഴുവനും പറഞ്ഞില്ല. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവവചന പ്രകാരം നമ്മളെ തന്നെ ഒരുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം 1-2 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റെടുത്തുകൊണ്ട്, കർത്താവേ, നിൻ്റെ വചനപ്രകാരം എന്നെ ഒരുക്കുവാൻ ഞാൻ തരുന്നു. കഷ്ടതയിൽ കൂടെ ഞാൻ നിന്നെ പോലെ ആയിത്തീരട്ടെ. കർത്താവേ, കഷ്ടങ്ങൾ സഹിച്ച് നിന്നെ പോലെ ആയിത്തീരുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് നമ്മൾക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടത നമുക്ക് കർത്താവിനെ പോലെ ആയിത്തീരുവാൻ ഇതിൽ കൂടിയ ഭാഗ്യം നമുക്ക് എന്ത് തരും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഓടിപ്പോകാതെ, നമ്മൾ കഷ്ടത വരുമ്പോൾ, കർത്താവേ എനിക്ക് കൃപ വരണമേ, കർത്താവേ എനിക്ക് കൃപ തരണമേ, എനിക്ക് സഹിപ്പാൻ കഴിവില്ല കർത്താവേ, നിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ, നിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ കർത്താവേ, എനിക്ക് സഹിപ്പാൻ കഴിയില്ല എൻ്റെ കർത്താവേ. നമ്മൾക്ക് ഏത് പ്രയാസങ്ങളും ദുഃഖകരമാണെന്ന് തോന്നും. എന്നാൽ അതിനൊരു അഭ്യാസം വന്നവർക്ക്, ഹല്ലേലൂയ, അഭ്യാസം വന്നവർക്ക്, ഹല്ലേലൂയ. പ്രിയ സഹോദര, കഷ്ടങ്ങളിൽ കൂടെ അഭ്യാസം സ്വീകരിക്കാം. അതിനുവേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഒരു ഹൃദയന്തർഭാഗത്ത് നിന്ന് നമ്മൾക്കൊരു സമർപ്പണം വരട്ടെ. കർത്താവേ, ഇതുവരെ ഞാൻ കഷ്ടങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരുന്നു, എന്നാൽ ഇനിയും നീ എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെ ഞാൻ സ്നേഹത്തോടെ അത് സ്വീകരിക്കും കർത്താവേ. അതെൻ്റെ നന്മയ്ക്കാണെന്ന് എനിക്ക് മനസ്സിലായി, എന്നെ നിന്നെപ്പോലെ ആക്കുവാൻ ആണെന്ന് മനസ്സിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച്, നമുക്ക് യേശുവിനെ പോലെ, കാലം തീരാറായി, കാലം തീരാറായി, കാലം തീരാറായി, പ്രിയനെ പോലെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരുക്കം തീർക്കുവാനുള്ള സമയമായിരിക്കാൽ പ്രിയ ദൈവമക്കളെ, ദൈവദാസീദാസന്മാരെ, നമ്മളെ തന്നെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഷ്ടതയാകുന്ന കഠിനാശോധനയിൽ നഷ്ടപ്പെടാതെൻ്റെ വിശ്വാസം കാപ്പാൻ, കഷ്ടതയാകുന്ന കഠിനാശോധനയിൽ നഷ്ടപ്പെടാതെൻ്റെ വിശ്വാസം കാപ്പാൻ, വിശ്വാസത്തിൻ നായകൻ പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുമേ. വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുമേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. കണ്ണു നിർവഴി താരഞ്ഞ നടന്നാലും എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലും, കണ്ണു നിർവഴി താരഞ്ഞ നടന്നാലും എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലും, എന്തിനു എന്നുള്ള മൃത കലങ്ങുന്നു അനുഭവം
എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ എന്റെ ഉന്നതാവകാശത്തിനു മുതൽ കൂട്ടല്ലോ. യേശു എൻ പ്രിയൻ, ക്രിസ്തേശു എൻ പ്രിയൻ. ആമേൻ. യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശു എൻ പ്രിയൻ, ക്രിസ്തേശു എൻ പ്രിയൻ.